പ്രഭാതം പൊട്ടിവിടരുമ്പോ നമസ്കരിക്കാൻ വേണ്ടി എണീക്കുന്നതാകുന്ന മനുഷ്യൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി ഉറക്കത്തിൽ എണീക്കുന്നതാകുന്ന മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനത്താകുന്ന ഉമ്മ, അവർ പറഞ്ഞുകൊണ്ട് എണീക്കട്ടെ. റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ വിശേഷണമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹു വ്യക്തമാക്കുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബന ഇസ്രിഫ് അന്നാ عذاب جهنم إن عذابها كان غراما. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ അവർ വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ അല്ലാഹ്, നരകീയ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഇസ്രിഫ് അന്നാ അദാബ ജഹന്നമ, നീ സൃഷ്ടിച്ചിരിക്കുന്നതായ ജഹന്നം എന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ആ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ തിരിക്കണേ അല്ലാഹ്. ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. തീർച്ചയായും നരകം കൈക്കൊണ്ടവൻ, നരകീയതാകുന്ന ശിക്ഷയ്ക്ക് പാത്രീഭവിച്ചവൻ, അവൻ ഏറ്റവും മോശപ്പെട്ടവനാണ്, ഏറ്റവും മോശപ്പെട്ടവനാണ്. അവന് കിട്ടിയിരിക്കുന്ന വാസസ്ഥലം എത്ര മോശമാണ്. ഈ പ്രാർത്ഥന കൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ പ്രഭാതത്തിൽ എന്ന് വേണ്ട അവന്റെ ദൈനംദിന ജീവിതത്തിലുള്ള ദുആകളിൽ എപ്പോഴും ഉണ്ടാകുന്നു. രാവിലെ പ്രഭാതത്തിൽ ഈ ദുആ എഴുതു മുഅ്മിനാകുന്ന മനുഷ്യൻ നേരെ ചെല്ലുന്നു, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമാകുന്ന സുബഹിയുടെ ബാങ്കുലി കേൾക്കുമ്പോ പുരുഷന്മാര് നേരെ പള്ളിയിലേക്ക് പോകുന്നു ജമാഅത്തിന് വേണ്ടി. സ്ത്രീകൾ ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ കൃത്യമായി വീടിന്റെ അകത്തളങ്ങളിൽ ഒളു എടുത്തുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി സജ്ജമാകും. അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യൻ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ സുന്നത്ത് നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് റവാത്തിബാകുന്ന സുന്നത്തുകളിൽ അഥവാ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതാകുന്ന സുന്നത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. ആ സുന്നത്ത് നമസ്കരിക്കുന്നതാകുന്ന മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനത്താകുന്ന ഉമ്മ, ആ നമസ്കാരത്തിൽ ഓതേണ്ടുന്ന സൂറത്തിനെ പറ്റിയും പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നേരത്തെ നമ്മുടെ ബഹുമാന്യനായ വഹബി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ഉസ്താദ് അവരുകൾ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പരാധീനതകളും പ്രശ്നങ്ങളും ഉള്ളതാകുന്ന ഈ സമയത്ത് പടച്ച റബ്ബിനെ ഓർക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ അവന്റെ മനസ്സിന്റെ വിഷമങ്ങളും വ്യതകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും മാറിക്കിട്ടണമെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തും പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം അലം നശ്റഹ് സൂറത്ത് ഓതട്ടെ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ എന്നുള്ള അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂറത്ത് അവൻ ഓതട്ടെ. സൂറത്തുൽ ഫീൽ അവൻ ഓതട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെ ഓതുന്നതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അവന്റെ മനസ്സിൽ ഒരു വിഷമം അന്നത്തെ ദിവസം ഉണ്ടാവൂല. ഒരു മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല, ഒരു വ്യതയും അവന് ഉണ്ടാവൂല. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് തരുകയാണ്. قال النبي صلى الله عليه وسلم من صلى سنتي الصبح بقراءة ألم لم يجده في ذلك اليوم ألم شفيعنا رسول الله. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. സഹാബത്തെ മുഅ്മിനീങ്ങളാകുന്ന വ്യക്തികളെ പഠിച്ചു വെക്കണേ, അമൽ ചെയ്യണേ. വാദ നമ്മളൊരു കാതിലൂടെ കേട്ടിട്ട് മറുകാതിലൂടെ കടത്തിവിടലല്ല, അത് ജീവിതത്തിൽ ഉപകാരപ്പെടണേ, ജീവിതത്തിൽ ഉപകാരപ്പെടണേ.
സുബഹിയുടെ 2 റക്അത്ത് സുന്നത്താരെങ്കിലും നമസ്കരിച്ചാൽ ആ സുന്നത്ത് നമസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന 2 സൂറത്തുകൾ ഓരോ റക്അത്തിൽ വീതം ഓതിയാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസത്തിൽ ഒരു മനസ്സിന് വിഷം ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. കച്ചവടം ചെയ്യുന്ന ചെറുവട്ടിയിലുള്ള സഹോദരങ്ങളെ, ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്നതാകുന്ന സഹോദരങ്ങളെ, മനസ്സിലാക്കണേ മനസ്സിലാക്കണേ. നല്ലൊരു വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഉസ്താദേ, എനിക്കത് കൃത്യമായി കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്നതാകുന്ന സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നീ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കണേ. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ അലം നശ്റഹ് സൂറത്ത് 1-ാമത്തെ റക്അത്തിലും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീലാകുന്ന അലം തറ കൈഫ എന്ന സൂറത്തും നീ ഓതിയാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമം അവൻ ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും പറയാനുള്ളത് ഉസ്താദെ, മനസ്സിന് സമാധാനം ഇല്ല, വിഷമമാണ്, ദുഃഖമാണ്. ഈ ദുഃഖമൊന്ന് മാറിക്കിട്ടാൻ, ഈ വ്യസനമൊന്ന് മാറിക്കിട്ടാൻ അതിന് ഏറ്റവും നല്ല മരുന്നാണ് ഈ പറയുന്നത്. ഏറ്റവും നല്ല മരുന്ന് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. സുബഹി പോലെ നമസ്കരിക്കാത്തവന്റെ കാര്യം നമുക്ക് ചർച്ചയില്ല. അൽഹുദുല്ലദീ ബൈനനാ വബൈനൽ കാഫിരി അസ്സലാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മൾക്കിടയിലും കാഫിരികൾക്കിടയിലുള്ള ആകെ ഒരു കരാറ്, തിരിച്ചറിയൽ, ഐഡന്റിറ്റി തന്നെ നമസ്കാരമാണ്. അതുകൊണ്ട് നമസ്കാരം ഇല്ലാത്തവനെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. ഇത് സുബഹിയുടെ സുന്നത്ത് നമസ്കാരമാണ് ഈ പറയുന്നത്. ആ സുന്നത്ത് നമസ്കാരത്തിലോടുള്ള സൂറത്ത് അറിയില്ലേ നമുക്ക്? അലം നശ്റഹ് സൂറത്ത്. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇതാണ് 1-ാമത്തെ റക്അത്തിൽ ഓതേണ്ട അലം നശ്റഹ് സൂറത്ത്. 2-ാമത്തെ റക്അത്തിൽ നമുക്കറിയാം, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ فجعلهم كعصف مأكول. ഈ സൂറത്ത് 2-ാമത്തെ റക്അത്തിൽ ആരെങ്കിലും അങ്ങനെ ഓതിയാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം 24 മണിക്കൂർ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ അവനൊരു വിഷമം ഉണ്ടാവൂല. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ സുബഹിയുടെ സുന്നത്തിൽ ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദ് മുതൽ വലിയ കൂലിയുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, വോളണ്ടിയേഴ്സ് മാത്രമാണോ നിൽക്കുന്നത്? എല്ലാവരും ഒന്നും ഇങ്ങോട്ട് സദസ്സിലോട്ട് ഇരുന്നോളൂ. എന്തായാലും സദസ്സ് ഭംഗിയാവല്ലോ, എന്തിനാ മാറി നിൽക്കുന്നത്? ആ നിൽക്കുന്ന ആളുകൾ ഒന്നിരിക്കാൻ അള്ളാഹു ബറക്കത്താക്കുമാറാവട്ടെ. അനുസരണയുള്ള മുഅ്മിനീങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ അന്നത്തെ ദിവസത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു വിഷമവും ഉണ്ടാവൂല. പ്രവാചകൻ അതേ പ്രകാരം തന്നെ 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തും 2-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്തും പ്രവാചകൻ പഠിപ്പിച്ചു. ഈ 2 സൂറത്തുകളെ കൂടി ജംഅ ചെയ്തുകൊണ്ട് ഉലമാക്കൾ ഏകോപിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം സുബഹിയുടെ സുന്നത്താണ് ഈ പറയുന്നത് കേട്ടോ. സുബഹിയുടെ സുന്നത്ത് മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് എന്ന സൂറത്തിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. 2-ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീലിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും കൂടി 2-ാമത്തെ റക്അത്തിൽ ഓതിയാൽ പ്രവാചകന്റെ ഈ 2 വചനങ്ങളെയും ഏകോപിപ്പിച്ചവരാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഞാനിത് പറഞ്ഞത് എന്തിനാ? ജീവിതത്തിലേക്ക് നമ്മൾക്ക് മുതൽക്കൂട്ടായ ഒരു അമൽ പറഞ്ഞതാണ്. നാളെ രാവിലെ നമ്മുടെ സുബഹി സുന്നത്തിന് ഇത് പ്രത്യേകം ഗൗനിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഉലമാക്കൾ പഠിപ്പിക്കുന്നു, തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്ക് വലതുവശം ചെരിഞ്ഞൊരു കടത്തം പഠിപ്പിക്കുന്നുണ്ട്. വലതുവശം ചെരിഞ്ഞ് അവന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് വലതുവശം ചെരിഞ്ഞൊന്ന് കിടക്കുക. സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഉണ്ട് സുന്നത്ത്. അങ്ങനെ പള്ളിയിലായാലും വീട്ടിലായാലും ആ കടത്തം കടന്നിട്ട് ഒരു ദുആ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയിലും നരകമാണ് ഏറ്റവും സബ്ജക്റ്റ്. നരകമാണ് സബ്ജക്റ്റ്. അത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ സുബഹിയുടെ സുന്നത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞതും ഇത് പറയാൻ വേണ്ടിയാണ്. ഏതാണ് ആ ദുആ? വലതുവശം തിരിഞ്ഞുകൊണ്ട് കടന്നുകൊണ്ടവൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല വഅസ്റായില വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ اللهم أجرني من النار. സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്ക്, സഹോദര സഹോദരിമാർക്ക് വലതുവശം ചെരിഞ്ഞുള്ളതായ ഒരു സുന്നത്തായ കടത്തം നബി തങ്ങൾ പഠിപ്പിക്കുകയാ. ആ സുന്നത്തായ കടത്തത്തിൽ കടന്നുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യട്ടെ. റബ്ബിനോട് ആ സഹോദരി പ്രാർത്ഥിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല وعزرائيل ومحمد صلى الله عليه وسلم اللهم اجرني من النار. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, മീകായിൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, മുഹമ്മദ് എന്ന പ്രവാചകന്റെ റബ്ബേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബ്ബേ, അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ. അല്ലാഹുവേ, നരകീയ ശിക്ഷയിൽ നിന്ന് എന്നെ ഒന്ന് കാക്കണേ അല്ലാ. എന്നെ ഒന്ന് കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഇതോരോ മുഅ്മിനും പ്രാർത്ഥിച്ചിരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ? സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് തഹജ്ജുദ് നമസ്കരിച്ച ആളുകൾക്ക് അല്ല. ചില ഉലമാക്കൾ പറയുന്നു അല്ലാത്തവർക്കും ഈ കടത്തത്തിൽ പറഞ്ഞ് ദുആ ചെയ്യൽ സുന്നത്താണ്. ഏതാണ് ദുആ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല വഅസ്റായീല വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഒന്നുമില്ല, നിസ്സാരമാണത്. 4 മലക്കുകളുടെ പേര്, പിന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല വഅസ്റായീല വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, മീകായിൽ അലൈഹിസ്സലാമിന്റെ നാഥാ, അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നാഥാ, മുഹമ്മദ് എന്ന പ്രവാചകന്റെ റബ്ബേ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. നരക ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ, എന്നെ നീ കാക്കണേ. പ്രമാദം പൊട്ടിവിടർന്നിട്ടേ ഉള്ളൂ, അപ്പോഴേ അവന്റെ പ്രാർത്ഥന തുടങ്ങാണ്ട് നരകത്തെ തൊട്ട് കാവൽ ചെയ്തിച്ചു. എന്തിനു വേണ്ടി? നരകം അത്രമേൽ പ്രധാനം. നരകത്തെ തൊട്ട് കാവൽ ചോദിക്കൽ അത്രമേൽ പ്രധാനമാണ്. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിക്ർ പഠിപ്പിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം വരുന്നതായ സുന്ദരമാക്കപ്പെട്ടതായ വചനം അത് പറഞ്ഞുകൊണ്ട് സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 10 പ്രാവശ്യം പറയൽ മുഅ്മിനിനെ അല്ലാഹുവിന്റെ റസൂൽ ചര്യയാക്കുകയാണ്. 10 പ്രാവശ്യം പറയൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു.
ഇവിടെ ശ്രദ്ധിക്കുക, എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ. ഇത് 10 വട്ടം പറഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ നിന്നവൻ 7 പ്രാവശ്യം പറയണം. എന്ത് പറയണം? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുവേ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ, എന്നെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. സുബൈ നമസ്കാരിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാകുന്ന ദിക്ർ അത് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് നിർത്തുന്നില്ല. ഇതേ പ്രകാരം തന്നെ മഗ്രിബ് നമസ്കരിച്ചിട്ടും എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് അവന്റെ തഹിയ്യാത്തിലുള്ള ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് സംസാരിക്കാതെ, ഇടയ്ക്ക് വർത്തമാനം പറയാതെ, വുളൂ കളയാതെ ഖിബിലയ്ക്ക് അഭിമുഖമായിരുന്നുകൊണ്ട് കാലനക്കാതിരുന്നുകൊണ്ട് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽകു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുകയും അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് 7 പ്രാവശ്യം പറയുകയും ചെയ്യണം. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എന്തിനു വേണ്ടി ഇത്രത്തോളം നിർബന്ധമാക്കി, ഇത്രത്തോളം പരിശുദ്ധ ശരീഅത്ത് സുന്നത്താക്കി? എന്തിനു വേണ്ടിയാണിത്? നരകത്തെ തൊട്ട് കാവൽ ചോദിക്കൽ അത്രമേൽ പ്രധാനമാണ്. ഇനി നിങ്ങൾ നോക്ക്, മഹല്ലത്തുകൾ ഇശാ മഗ്രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇശായിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നടക്കുന്ന ഹദ്ദാദ് റാത്തീബ്, ഉമ്മമാരൊക്കെ പതിവാക്കുന്നതാകുന്ന റാത്തീബാണത്. ഹദ്ദാദ് റാത്തീബ് മുതഅല്ലിമീങ്ങൾ പതിവാക്കുന്നത്, ആലിമീങ്ങൾ ചെല്ലുന്ന ദിക്ർ, വലിയ മഹത്വമുള്ള പോരിശയുള്ള ദിക്റാണതിൽ. ആ ദിക്റിന്റെ അവസാനത്തിൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നാ نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. അല്ലാഹുവേ, പടച്ച റബ്ബേ, സ്വർഗത്തെ ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, എന്റെ പൊരുത്തം ചോദിക്കുന്നു അല്ലാ, ആ പൊരുത്തം മുഖേന എത്തപ്പെടുന്ന സ്വർഗം ചോദിക്കുകയും ചെയ്യുന്നു അല്ലാ. അല്ലാഹുവേ, നിന്റെ കോപത്തെ തൊട്ട് ഞങ്ങൾ കാവൽ തേടുന്നു റബ്ബേ, ആ കോപം കൊണ്ടുപോയി എത്തിച്ചേർക്കുന്നതായ നരകീയ ശിക്ഷയെ തൊട്ടും ഞങ്ങൾ കാവൽ തേടുന്നു അല്ലാ. ونعوذ بك من سخطك والنار. നിന്റെ കോപത്തെ തൊട്ട്, ആ കോപം കൊണ്ട് എത്തിച്ചേർക്കുന്ന നരകത്തെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. ഇതെപ്പോഴാ ദുആ ഇറക്കുന്നത്? ഹദ്ദാദ് റാത്തീബിൽ. ഹദ്ദാദ് അതിനാരിവിടെ ഹദ്ദാദ് ഓതുന്നു? ഹദ്ദാദ് ഒന്നില്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ്, ഇല്ലെങ്കിലും മുക്രി, പള്ളിയിലെ മോദീൻ, ഇവരല്ലാതെ മറ്റുള്ളവർ ഓതുന്നില്ല. നാട്ടുകാരിൽ വളരെ വിരലിലെണ്ണാവുന്ന പ്രായം ചെന്ന ആളുകളല്ലാതെ അതിന് പങ്കെടുക്കുന്നില്ല. അതൊക്കെ വേണ്ടാന്ന് വെക്കുന്ന കാലഘട്ടം. എന്നാൽ അതേ മഹലിലെ ഉസ്താദ് ഓതിയില്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ മടിയില്ലാത്തതാകുന്ന ജനങ്ങളുള്ള കാലഘട്ടം. ഇത് ഓതുന്നതിന്റെ വലിപ്പവും അതിന്റെ അർത്ഥവും നമ്മൾ പഠിച്ചു വെക്കുന്നു. വലിയ അർത്ഥങ്ങളാണ്, വലിയ അർത്ഥങ്ങളാണ്. അതിൽ ഓരോ ദിക്റുകളും അദ്കാറുകളും എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ ദിവസങ്ങൾ ചർച്ച ചെയ്യണം. അത്രത്തോളം പോരിശയുള്ളതാണ് ഓരോ ദിക്റുകളും അതിലുള്ള. അതൊക്കെ നമ്മൾ പങ്കെടുക്കണം. നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അതിന്റെ ഏട് വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിൽ ദൈനംദിനം ചിട്ടവട്ടമായി കൊണ്ടുവരാൻ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും നരകത്തെ തൊട്ട് ഇത്രത്തോളം കാവൽ ചോദിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധമാക്കപ്പെട്ട ജുമുഅയുടെ സുദിനം ഇമാം മിമ്പറിൽ കയറിയിട്ട് ഖുതുബ ഓതുമ്പോൾ ആ മിമ്പറിൽ നിന്നുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ എന്ന് ഓരോ മിമ്പറിൽ നിന്നുകൊണ്ട് ഉലമാക്കൾ, പണ്ഡിതന്മാർ, സാത്വികരാകുന്ന ഉലമാക്കൾ ദുആ ചെയ്യുമ്പോൾ കണ്ടമിതറി ഓരോരുത്തരും ആമീൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാനുള്ള കാരണം? നരകം അത്രമേൽ കാവൽ ചോദിക്കൽ അനിവാര്യമായ സംഗതിയാണ്. നരകം നമ്മുടെ മദ്രസയിൽ പഠിച്ചതുപോലെ 1-2 പേപ്പറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് അതാണ് എന്ന് മനസ്സിലാക്കിയതാകുന്ന സഹോദരങ്ങളുണ്ട്, പഠിച്ചു വെച്ചതാകുന്ന കുട്ടികളുണ്ട്.
2-3 തീപ്പെട്ടിക്കൊള്ളി ഉരസുന്നിട്ട് അതിലുണ്ടാകുന്ന ഒരു വെളിച്ചമല്ല, ഒരു പ്രകാശമല്ല നരകമെന്ന് പറയുന്നത്. എന്താണ് സത്യത്തിൽ നരകം? സുബ്ഹാനല്ലാഹ്. നരകത്തെ കുറിച്ച് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്? ഖുർആൻ വ്യക്തമാക്കിയത് നരകമെന്ന് പറയുന്നത് നിസാരമായിട്ടല്ല, നരകത്തെ തൊട്ട് നിങ്ങൾ ആദ്യം സൂക്ഷിക്കുകയും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാത്തു സംരക്ഷിക്കുകയും വേണമെന്നാണ് ഖുർആൻ ആദ്യമായിട്ട് ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കുന്നത്. നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളാകുന്ന മുഅ്മിനീങ്ങളാകുന്ന ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പരലോകമുണ്ടെന്ന് വിശ്വസിച്ചതായ, ഈ ലോകത്ത് നിന്ന് മരിക്കേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നതായ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബത്തെയും കാത്ത് സംരക്ഷിക്കണേ. നാറാ, കത്തിജ്വലിക്കുന്നതായ നരകത്തെ തൊട്ട് കാക്കണേ, കാക്കണേ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും രണ്ടാമതായി കാത്ത് സംരക്ഷിക്കണം. എന്തിനെ തൊട്ട്? നാറ, നരകത്തെ തൊട്ട് നിങ്ങൾ കാത്ത് സംരക്ഷിക്കണം. എന്താ കാരണം? ആ നരകമെന്ന് പറയുന്നത് നിസാരമായ ഒരു സംഗതിയല്ല. നരകമെന്ന് പറയുന്നത് നിസാരമല്ല. വഖൂദുഹാന്നാസു വൽ ഹിജാറ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, ആ നരകത്തിലുള്ള ഇന്ധനം എന്തെന്നറിയുമോ? നരകത്തെ കത്തിക്കപ്പെടുന്നത് പെട്രോൾ കൊണ്ടല്ല, കൽക്കരി കൊണ്ടല്ല. ഇന്ധനം നരകത്തിലേതെന്നറിയുമോ? സാബാ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വഖൂദുഹന്നാസു വൽ ഹിജാറ. നരകത്തിൽ കത്തിക്കപ്പെടുന്നതായ ഇന്ധനമെന്ന് പറയുന്നത് ദുഷിച്ചതായ ജനങ്ങളാണ്. വൽ ഹിജാറ, ഭീമാകാരമായ കല്ലുകളുമാണെന്ന് പരിശുദ്ധ ഖുർആൻ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ദുഷിച്ച ജനങ്ങളെയും ഭീമാകാരമാകുന്ന പാറക്കല്ലുകളെയുമാണ് വിശുദ്ധ ഖുർആൻ ഉറപ്പെടുത്തും. ദുഷിച്ച ജനങ്ങളെ ഉറപ്പായിട്ടും നരകത്തിലിട്ട് കത്തിക്കണം. നമ്മൾ ആരും അതിനെതിരെ നിൽക്കൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാകുന്ന ആസ്വാദനങ്ങളെ മുഴുവനും ഈ ദുനിയാവിൽ ആസ്വദിക്കുകയും എന്നിട്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട്, തൃണവൽഗണിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട്, നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്യാതെ, പാവങ്ങളെ സഹായിക്കാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ, പാവപ്പെട്ടതാകുന്ന അനാഥകൾക്ക്, അഗതികൾക്ക് താങ്ങും നടന്നുമാകാതെ, തന്റെ സമ്പത്ത് കൊണ്ട് തന്റെ ജീവിതം മാത്രം കൊഴിപ്പിച്ച് ജീവിച്ചതാകുന്ന ആളുകൾക്ക് നരകം കൊടുക്കണം. അത് വേണ്ടത് തന്നെയാണ്. നമ്മൾ അതിൽ ആരും എതിരെ നിൽക്കൂല. കാരണം അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ അവൻ തൃണവൽഗണിച്ചു. അള്ളാഹുവിനെ മറന്നു വിസ്മരിച്ച് ജീവിച്ചു. അവന് നരകം അള്ളാഹു കൊടുക്കണം. ആ ദുഷിച്ച ജനങ്ങളോട്